നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. മണ്ഡപം പൂശാൻ കൊണ്ടുപോയ 266 കിലോ സ്വർണം തിരികെ കിട്ടിയില്ല. കരാറുകാർക്ക് സ്വർണം കൊടുത്തത് മാനദണ്ഡമില്ലാതെ. കാണിക്കയിലും തിരിമറി. ബി നിലവറ തുറന്നത് 7 തവണ. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി 9 മരണം. മരിച്ചവരിൽ 5 മലയാളികൾ. 22 പേർക്ക് പരിക്ക്. അപകടം ട്രാക്കിൽ പാറക്കല്ല് വീണതുകൊണ്ടെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് ഉത്തരവ്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ചരിത്ര നേട്ടം. 54 സ്വർണവുമായി കേരളം 2ാം സ്ഥാനം ഉറപ്പിച്ചു. 800 മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെ ടിൻഡു ലൂക്കയ്ക്ക് സ്വർണം. ലോകകപ്പ് ക്രിക്കറ്റിന് നാളെ തുടക്കം. ദില്ലിയിൽ ക്രൈസ്തവ വിദ്യാലയത്തിന് നേരെയും ആക്രമണം. നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ. ഫണ്ട് തിരിമറി കേസിൽ ടി സ്റ്റാർ സതൽവാദിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിന് 19 വരെ സുപ്രീംകോടതി വിലക്ക്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് ഊർജം പകരാൻ മോദിയുടെ ക്രിക്കറ്റ് നയതന്ത്രം. ലോകകപ്പിന് ആശംസ നേർന്ന് നവാസ് ഷെരീഫിന് മോദിയുടെ ഫോൺ കോൾ. സെക്രട്ടറി തല ചർച്ച ഉടൻ തുടങ്ങണമെന്ന് ഷെരീഫ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുൻ CAG വിനോദ് റായിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടു. മണ്ഡപം പൂശാൻ കൊണ്ടുപോയ 266 കിലോ സ്വർണം തിരികെ കിട്ടിയില്ല. കരാറുകാർക്ക് സ്വർണം കൊടുത്തത് അളവില്ലാതെയാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ഞങ്ങളുടെ പ്രതിനിധി M ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്നും. ഉണ്ണി, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ? നികേഷ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് മുൻ CAG വിനോദ് റായ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം 54 പേജുള്ള ഈ റിപ്പോർട്ടിൽ മുൻ CAG വിനോദ് റായ് വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടാകാം എന്നതാണ്. ക്ഷേത്രത്തിലെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങൾ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. യാതൊരു അളവുമില്ലാതെയാണ് സ്വർണം, വെള്ളി ആഭരണങ്ങൾ സ്വർണം പൂശുന്നതിനും ഉരുക്കുന്നതിനും മറ്റുമുള്ള പ്രവൃത്തികൾക്കായി വിട്ടു നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിട്ടു നൽകുമ്പോൾ അത് സംബന്ധിച്ച കണക്കുകൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നില്ല. മറിച്ച് കോൺട്രാക്റ്റുകാരനെ ഈ സ്വർണം, വെള്ളി ആഭരണങ്ങൾ നൽകിയതിനു ശേഷം കോൺട്രാക്റ്റുകാരൻ പറയുന്ന കണക്കുകൾ കണ്ണുമടച്ച് ക്ഷേത്രം അധികൃതർ വിശ്വസിക്കുകയായിരുന്നുവെന്നാണ് CAG പറയുന്നത്. 1990 മുതൽ 2010 വരെ 6 സ്വർണം പൂശൽ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. ഒറ്റക്കൽ മണ്ഡപം, ശ്രീകോവിൽ, സോപാനം മണ്ഡപം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ സ്വർണം പൂശലിനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആകെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്ന 893.644 കിലോഗ്രാം സ്വർണമാണ് ക്ഷേത്രത്തിൽ നിന്നും കോൺട്രാക്റ്റുകാരന് കൈമാറിയിട്ടുള്ളത്. ഇതിൽ തിരിച്ചെത്തിയിട്ടുള്ളത് 627.372 കിലോഗ്രാം സ്വർണം മാത്രമാണ്. അതായത് 266.272 കിലോഗ്രാം സ്വർണത്തിന്റെ കുറവ് ഈ ഉരുക്കലിനിടെ ഉണ്ടായിട്ടുണ്ട്. 30% സ്വർണമാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരാതെ പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉരുക്കലിൽ ഇത്രയും സ്വർണം നഷ്ടമായതെന്ന് മുൻ CAG വിനോദ് റായ് ക്ഷേത്രം അധികൃതരുടെ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ അധികൃതർക്കാകട്ടെ തക്കതായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം മറ്റൊരു അവസരത്തിൽ കോൺട്രാക്ടർക്ക് നൽകിയ 10.4 കിലോ സ്വർണം നഷ്ടമായിട്ടുണ്ട്. 4 വർഷം മുമ്പ് 4.8 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കോൺട്രാക്ടർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അത് എന്താവശ്യത്തിന് ഉപയോഗിച്ചുവെന്ന് ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. 2002 82 സ്വർണ്ണ പ്ലേറ്റുകൾ പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. റൗണ്ട് സ്വർണ്ണ പ്ലേറ്റുകൾ. ഇതിൽ 78 മാത്രമാണ് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ആ വകയിലും 3.4 കിലോഗ്രാം സ്വർണം നഷ്ടമായിട്ടുണ്ട്. 1991 മുതൽ 91 109 ശരപ്പൊളി മാലകൾ നിലവറകളിൽ നിന്നും പുറത്തേക്ക് എടുത്തിരുന്നു. അത് 2010 104 മാത്രമാണ് തിരിച്ചു വച്ചിട്ടുള്ളത്. 19 വർഷത്തെ കാലതാമസം ഇത്രയും ശരപ്പൊളിമാലകൾ തിരിച്ചു വയ്ക്കുന്നതിൽ എന്തുകൊണ്ടുണ്ടായി എന്നും CAG ചോദിക്കുന്നു. കാണിക്കകളുടെ കാര്യത്തിലാണ് മറ്റൊരു ക്രമക്കേട് CAG ചൂണ്ടിക്കാട്ടുന്നത്. കാണിക്കകൾ എണ്ണുന്നതിൽ യാതൊരു സുതാര്യതയുമില്ല എന്നും CAG പറയുന്നു. ഇത്തരത്തിൽ സ്വർണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ സ്വർണം ശുദ്ധീകരിക്കുന്നതിന് നൽകുകയാണെങ്കിൽ അത് റിസർവ് ബാങ്കിന്റെ ഗോൾഡ് മിന്റിലേക്കാണ് നൽകാറ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് CAG പറയുന്നത്. നികേഷ്, VS ശിവകുമാർ ദേവസ്വം മന്ത്രി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VS ശിവകുമാർ, CAG വിനോദ് റായിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം എന്താണ്? ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. സുപ്രീം കോടതിയിലാണ് ഇതുമായി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റിന് ലഭ്യമായിട്ടില്ല. ലഭ്യമാകാതെ നമുക്ക് അതിനകത്ത് ഔദ്യോഗികമായിട്ട് എനിക്ക് ഒരു അഭിപ്രായം ആ കാര്യത്തെക്കുറിച്ച് അത് വിലയിരുത്താതെ പഠിക്കാതെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല.
നേരത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് സ്വർണം മണലിൽ കലർത്തി മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. രാജു എന്ന തട്ടാൻ മൊഴി നൽകിയിരുന്നു. മാർത്താണ്ഡവർമ്മ തന്നെ 17 കിലോ സ്വർണം തനിക്ക്, ശരഭോളിമാല അടക്കമുള്ള 17 കിലോ സ്വർണം അടക്കം തനിക്ക് നൽകി തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം നമ്മളുണ്ട്. അത് വലിയ തോതിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നതിൻ്റെ കണക്കാണ് എങ്കിൽ ഇതൊരു ഉപാധിയായി എടുത്ത്, അതായത് സ്വർണം ഉരുക്കി സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള അതാണ് എന്ന് വരുത്തി കൊണ്ടുപോയ സ്വർണം പോലും ഏതാണ്ട് 30% തിരികെ വന്നിട്ടില്ല എന്ന്. അങ്ങനെ പല തരത്തിൽ അവിടെ നിന്ന് സമ്പത്ത് മോഷണം പോയിട്ടുണ്ട് എന്നല്ലേ അമിക്കസ് ക്യൂറിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയും വ്യക്തമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഈ 266 കിലോ സ്വർണം അവിടെ കണ്ടില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ വന്ന് 2010-ലും 1992-ലും ആണ് നടന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടാണ് മനസ്സിലാക്കാൻ ഈ റിപ്പോർട്ട് ഉള്ളതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഗവൺമെന്റിന് അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ വേണ്ടി അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. അടിയന്തരമായി കോപ്പി ലഭ്യമാക്കിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കും. എന്തായിരുന്നാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഗവൺമെന്റ് നിലപാട് എന്ന് പറയുന്നത് അവിടുത്തെ നിലവിലുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും സുരക്ഷിതമായി ആ സ്വത്തുക്കൾ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ തന്നെ ഏകദേശം 55 കോടിയോളം രൂപ അതിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വസ്തുതകളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ വസ്തുതകളായി നിലനിൽക്കുകയാണ്. ഇവിടെയാണ് രാജകുടുംബം ക്ഷേത്രം കുടുംബ സ്വത്ത് പോലെ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ സുരക്ഷിതമാണ്, ആ സമ്പത്തെല്ലാം തന്നെയും വേറൊരു ഭരണസമിതിയാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. പക്ഷേ നമ്മൾ പഴയ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ വല്ലാത്ത രീതിയിൽ തട്ടിപ്പും മോഷണവും നടന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നടപടി ഉണ്ടാകേണ്ടതല്ലേ? അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനൊരു നിലപാടുണ്ടാകേണ്ടതല്ലേ? സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഇതെല്ലാം സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. അതിനാണ് അമിക്കസ് ക്യൂറിയെയും അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ശ്രീ വിനോദ് റായ് അടക്കമുള്ള ആളുകളെ നിയോഗിച്ചത്. അപ്പൊ അവർ ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത്, നടപടികൾ സ്വീകരിക്കേണ്ടത് ഇന്ന് സുപ്രീം കോടതിയാണ്. അതെ, അപ്പൊ സുപ്രീം കോടതി ഇത് ആദ്യം അമിക്കസ് ക്യൂറിയുടെ സഹായത്തോടു കൂടി എന്താണ് അവിടെ നടന്നത് എന്ന് പരിശോധിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തോട് ആവശ്യപ്പെട്ടു. ഗോപാൽ സുബ്രഹ്മണ്യം അവിടെ ഒരു മാസത്തിലധികം താമസിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മുൻ CAG വിനോദ് റായിയെ കൊണ്ട് ഓഡിറ്റ് ചെയ്തു. ഇനി എന്താണ് സുപ്രീം കോടതി പറയുന്നത് അതിനനുസരിച്ച് സർക്കാർ അത് അംഗീകരിക്കുകയും സുപ്രീം കോടതി പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഗവൺമെന്റ് നിലപാട് സുപ്രീം കോടതി മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. ഈ പുതുതായിട്ട് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഗവൺമെന്റിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി സമർപ്പിക്കും. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അടിയന്തരമായി നടപടികൾ അതനുസരിച്ചിട്ട് ഗവൺമെന്റ് സ്വീകരിക്കണം. യാതൊരു സംശയവുമില്ല. ഗവൺമെന്റിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് രാജകുടുംബത്തെ പ്രശംസിച്ചുകൊണ്ടുള്ളതും ആ സ്വത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തുനിന്നു എന്നൊക്കെയാണ്. പക്ഷേ അമിക്കസ് ക്യൂറിയോ ആയിക്കൊള്ളട്ടെ, ഓഡിറ്റർ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു നിലപാടല്ല മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഉന്നത സ്വാധീനമുള്ളവർ, അതായത് ആ ക്ഷേത്രത്തിൽ ഉന്നത സ്വാധീനമുള്ളവർ സ്വർണവും വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ മറ്റ് സമ്പത്തും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ സർക്കാർ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അമിക്കസ് ക്യൂറിയും ഓഡിറ്ററും പറയുന്നത്. ഇപ്പോ ഗവൺമെന്റ് ഈ കേസ് വന്നതിന് ശേഷമാണ് ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിച്ചത്. നേരത്തെ ഇത് കൊട്ടാരത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇതിന് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നു, കേസുകളുടെ നിലപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചു. അതിലേക്ക് വിശദമായിട്ടുള്ള ഗവൺമെന്റ് ഭാഗത്തുള്ള നിലപാടുകൾ അത് വ്യക്തതയോടുകൂടി തന്നെ സുപ്രീം കോടതി മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്താൻ നമ്മുടെ നീതിന്യായ കോടതി, പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശ്രീ ശിവകുമാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായിട്ട് ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇവിടെ വലിയ തോതിൽ
ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്നവർ അത് സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു എന്നാണ്, അവർ സത്യസന്ധരായിരുന്നു എന്നാണ്. പക്ഷെ അതല്ല ഓഡിറ്ററും അമിക്കസ് ക്യൂറിയും പറയുന്നത്. മാത്രമല്ല അവർ അതായത് ഇതുവരെ ആ സ്വത്ത് സംരക്ഷിച്ച് നിർത്തിയവർ കള്ളം പറഞ്ഞിരുന്നു. ബി നിലവറയുടെ കാര്യത്തിൽ ബി നിലവറ 7 തവണ തുറന്നിരുന്നു എന്നാണ്. അപ്പോൾ രാജകുടുംബം എന്താണ് പറയുന്നത്? ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. കെ വേണുഗോപാലിനെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് സുപ്രീം കോടതിയിൽ പറയിപ്പിച്ചു, അവിടെ സർപ്പം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അതിനകത്ത് എന്ന്. പക്ഷേ 7 തവണ ഇവർ തുറന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ നിലയിൽ വലിയ തോതിൽ മോഷണം നടന്നിരുന്നു. ഈ വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി വലിയ തോതിൽ നുണ പറയുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാർ നിലപാട് പറയേണ്ടതല്ലേ? സുപ്രീം കോടതിയിൽ ഇതെല്ലാം തന്നെ ഓപ്പൺ ഡോക്യുമെന്റായി വരുന്ന ഘട്ടത്തിലെങ്കിലും. തീർച്ചയായിട്ടും പറയും. ഇപ്പൊ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ വിനോദ് റോയുടെ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റേതായ നിലപാടുകൾ പറയും. അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെട്ടു നിൽക്കണം, അത് ശ്രീപത്മനാഭന്റെ വകയാണ് എന്നുള്ള സമീപനം ഗവൺമെന്റിനുണ്ട്. ഇപ്പോ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 55 കോടിയോളം രൂപയാണ്. ഇന്നലെയാണ് അവിടെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും വന്നിട്ട് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അത് സെക്യൂരിറ്റി കൊടുക്കുന്നതിലേക്ക് വേണ്ടി സുരക്ഷിതമായി അവിടെയുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റ് സമീപനം അതാണ്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നാലും ഇപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങളായിരുന്നാലും ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് സുപ്രീം കോടതി മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. സുപ്രീം കോടതി ആ കാര്യങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തതയോടുകൂടി ആ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിച്ചാൽ എന്ത് അഭിപ്രായമാണ് ഇപ്പോൾ പറയുക? ഗവൺമെന്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഭരണ സംവിധാനത്തെ കുറിച്ച്, പിന്നെ ഗവൺമെന്റ് നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ മോഡൽ ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് മേലിൽ നടക്കാനിടയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീ വി എസ് ശിവകുമാർ. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതി എന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റിന്റെ കൈവശം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അത് പരിശോധിക്കണം. അതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്ന് ആരായുമ്പോൾ, സുപ്രീം കോടതി ആരായുമ്പോൾ ഗവൺമെന്റ് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കും. അത് മേലിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലാണ് അത് ഇങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ മറുപടി പ്രസക്തമാവുക. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഴിമതിയെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഓഡിറ്ററും. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നാലും ഈ കാര്യങ്ങളിലായിരുന്നാലും അവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സമീപനം അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും നിലപാടും എടുക്കില്ല. അത് വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കാര്യമാണ്. ഇപ്പൊ രാജകുടുംബാംഗങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവിടുത്തെ ഈ ഭരണം നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരോ അവിടെ ഈ വസ്തുക്കൾ സ്വത്തുക്കൾ പിന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നോ കാര്യങ്ങളെ കുറിച്ചെല്ലാം സുപ്രീം കോടതി മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇതാദ്യമായി വ്യക്തമാക്കുകയാണ്. ശ്രീ വി എസ് ശിവകുമാർ, നിങ്ങൾക്ക് അമിക്കസ് ക്യൂറിയെയും മുൻ CAG ആയ ഓഡിറ്ററെയും വിശ്വാസമില്ലേ? അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലേ പ്രഥമ ദൃഷ്ട്യാ? ഇത് പ്രഥമ ദൃഷ്ട്യാ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നിലപാടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തതയോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്, അഴിമതിയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിന് ഒരു അരുതാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. അത് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇപ്പൊ ഗവൺമെന്റിന്റെ മുന്നിലല്ല പ്രശ്നം നിൽക്കുന്നത്, സുപ്രീം കോടതി മുന്നിലാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചാൽ വ്യക്തതയോടുകൂടി കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള കാര്യമായിരുന്നാലും ശരി, ഇപ്പോഴത്തെ കാര്യമായിരുന്നാലും ശരി തന്നെയാണ്. റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. റിപ്പോർട്ട് ഗവൺമെന്റ് പഠിച്ചിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള സുപ്രീം കോടതി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തതയോടുകൂടി തന്നെ അഭിപ്രായം. ദയവായി തുടരണം ശ്രീ വി എസ് ശിവകുമാർ. ഞാൻ മടങ്ങിയെത്താം. രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ജമീല പ്രകാശം, മണക്കാട് ചന്ദ്രൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത്. ആദ്യം ശ്രീ ജമീല പ്രകാശം, ഇതൊരു അഴിമതി എന്നുള്ള നിലയിലല്ല, കൊള്ള തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടിംഗ് ആണ്.
ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നേരത്തെ അമിക്കസ് ക്യൂറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ സമ്പത്തുള്ള നിലവറകൾ തുറക്കാൻ പാടില്ല എന്ന് രാജകുടുംബം വാശി പിടിക്കുകയും ചെയ്തപ്പോൾ ആ കൊള്ള മറച്ചു പിടിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നുവെന്നാണ്. നേരത്തെ ശ്രീ വി എസ് ശിവകുമാർ പറയുകയാണ്, ഗവൺമെൻറ്റിനോട് നിലപാട് ചോദിച്ചാൽ അത് സമയത്ത് പറയുമെന്നും അഴിമതിയാണ് എങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന യാതൊരു സമീപനവും സർക്കാർ സ്വീകരിക്കില്ല എന്ന്. ശരിയാണ്, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമ വിധി പറയുന്നതുവരെ നമുക്ക് കാത്തു നിൽക്കുകയും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യാം എന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു കാഴ്ചപ്പാടിലാണോ ശ്രീമതി ജമീല പ്രകാശം താങ്കൾ? എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ 3.5 വർഷം മുമ്പ് തന്നെ MLA ആയ സമയത്താണ് അന്ന് ആദ്യമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾക്കുള്ളിൽ ഇത്രയും വലിയൊരു സമ്പദ്ശേഖരം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, നമ്മുടെ പൂർവികരായിട്ടുള്ള ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, എന്നെ പോലെയുള്ളവര് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു സമ്പദ്ശേഖരം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ തുറക്കുമ്പോൾ രാജകുടുംബത്തിലെ തലമുത്ത അംഗമല്ലോ അതിനകത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് വിളക്കിക്കുന്നവരും കൂടെ പോകുന്നവരും ഇത് എടുത്ത് വെളിയിലേക്ക് കൊടുക്കുന്നവരും കരാറുകാരുമല്ല ഈ സമ്പദ്ശേഖരം മുഴുവനായി കണ്ടില്ലെങ്കിൽ തന്നെ അതിന്റെ അംശങ്ങളൊക്കെ കാണുകയാണ്, അതിന്റെ ഓരോ ഭാഗങ്ങൾ അവർ കാണുകയാണ്. ഇപ്രകാരം ഉത്തരവാദിത്വമില്ലാതെ ആരാണ് എടുത്തുകൊണ്ട് പോയത്, ആരാണ് അത് എടുത്ത് കൊടുത്തത്, ആരാണ് അത് സമയത്ത് കൊണ്ടുവരേണ്ടത്, കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇതിനെയൊക്കെ പറ്റി മൊത്തത്തിലൊരു പുകഴയാണുള്ളത്. പിന്നെ ഈ സമ്പദ്ശേഖരം സ്വർണം എടുത്ത് വെളിയിൽ കൊടുത്താൽ കരാറുകാർ തിരിച്ചു കൊണ്ടുവരികയില്ല എന്നുള്ളത് ആദ്യമായിട്ട് ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ മാത്രം നടന്നിരിക്കുന്ന ഒരു കഥയല്ല. പഴയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് നോക്കുകയാണെങ്കിൽ ആർക്കിമിഡീസ് എന്താ ചെയ്തത്? കിരീടത്തിന് സ്വർണം എടുത്ത് കൊടുത്തപ്പോൾ തിരിച്ച് കിരീടം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് രാജാവിനൊരു സംശയം, എന്തൊക്കെയായിരുന്നു ഇത്, തനി സ്വർണം തന്നെയാണോ, ശുദ്ധമായിട്ട് ഞാൻ കൊടുത്ത മുഴുവൻ സ്വർണം അതിനകത്തുണ്ടോ? അതുകൊണ്ട് നമുക്കൊരു പ്രിൻസിപ്പിൾ കിട്ടി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അതുപോലെയുള്ള തത്വങ്ങളെങ്കിലും ഇത് വിദ്യാഭ്യാസമുള്ള ആളുകൾ സർക്കാരിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും നിയമജ്ഞന്മാരുമായിട്ടൊക്കെ ഇരിക്കുന്ന ഈ കാലത്ത് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? ഇതെല്ലാം പരീക്ഷ നമ്മൾ എഴുതിയല്ലേ? ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളില് ഈ ചെറിയ തത്വങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മടങ്ങിയെത്താം. ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം ഉരുക്കി പൂശുന്നതിന് കൊണ്ടുപോയപ്പോൾ അതിൽ വലിയ തോതിലുള്ള അളവ് സ്വർണം നഷ്ടമായി എന്നാണ്. ഏതാണ്ട് 30%. അതായത് നമ്മൾ 1 പവൻ കൊടുക്കുമ്പോൾ അതിൽ 30% കുറവ് വരുത്തി അത് പൂശുന്നതിനായി നമുക്ക് മാറ്റിത്തരുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കണക്ക് വരുന്നത്. അത് വലിയ തോതിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 893 കിലോ സ്വർണം കൊണ്ടുപോയപ്പോൾ തിരികെ വന്നത് 627 കിലോ സ്വർണം മാത്രമാണ്. 206 കിലോ സ്വർണം, അതായത് 30% നഷ്ടമായിരിക്കുന്നു എന്നാണ്. ഇതിലെല്ലാം തന്നെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കുറവാണ്. അതാണല്ലോ ഓഡിറ്റർ പ്രധാനമായും പരിഗണിക്കുക. അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കുറവാണ്. അത് കൃത്യമാക്കാതെ, നമുക്കറിയാം പഴയ കാലങ്ങളുടെ ഒരു തുടർച്ചയാണ് ക്ഷേത്രഭരണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നവീനമായ ശാസ്ത്രീയമായ മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. അതിൻ്റെ ഒരു തുടർച്ച, ആ ശാസ്ത്രീയമല്ലാത്ത മാർഗങ്ങളുടെ ഒരു തുടർച്ച. പിന്നെ മാത്രമല്ല ക്ഷേത്രഭരണത്തിന് ഒരു പരമ്പരാഗത രീതി, പ്രത്യേകിച്ചും ഒരു കുടുംബം അത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പരമ്പരാഗത രീതി അതിനുണ്ടാകും. ആ തരത്തിൽ ഉണ്ടായ ചില തെറ്റായ ഇടപാടുകൾ എന്ന നിലയിൽ ഒരുപക്ഷെ ഇത്ര വലിയ ഭീമമായ സ്വർണം നഷ്ടപ്പെടുന്നു എന്നുള്ള നിലയിലല്ല, പക്ഷെ ആ കീഴ്വഴക്കത്തിൽ ഉണ്ടായിട്ടുള്ള ചില പാളിച്ചകൾ എന്ന നിലയിൽ അതിനെ ഒരുപക്ഷെ ആരെങ്കിലും കാണാൻ ശ്രമിച്ചാൽ തെറ്റു പറയാനാകുമോ? ശ്രീ മണക്കാട് ചന്ദ്രൻ, താങ്കളോട്. അല്ല, ശരിക്കും അത് കേട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കുറവ്
ഒരു ശാസ്ത്രീയമായ സംവിധാനത്തിൻ്റെ കുറവ് അതാണല്ലോ ഓഡിറ്റർ വിനോദ് റായ് ചൂണ്ടിക്കാണിക്കുന്നത്. പരമ്പരാഗതമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രാജകുടുംബമാണ്. അത് ഈ പറയുന്ന നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലോ മാത്രമല്ല, അതിനൊക്കെ എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു സംഭരണ രീതിയും അതിൻ്റെ കൈകാര്യ രീതിയും ഒക്കെയാണ് ഇവിടെ പെട്ടെന്ന് ഒരു ഇന്ത്യയുടെ CAG ആയിരുന്ന ഓഡിറ്റർ വന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുന്നത്. ആ പരമ്പരാഗത രീതി ഒരുപക്ഷെ ഒരു ശാസ്ത്രീയമായ ഓഡിറ്റിംഗ് കൈകാര്യം ചെയ്ത് ശീലിച്ച വിനോദ് റായ് നോക്കിക്കണ്ടപ്പോൾ കാണുന്ന സ്വാഭാവികമായ അപാകതകളാണോ ഈ റിപ്പോർട്ടിലുള്ളത്? അല്ല, ആ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം എന്ന് പറയുന്നത് 2007 മുതൽ ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നതാണ്. ഞങ്ങൾ കോടതികളെ സമീപിച്ച് ആദ്യം തന്നെ ഈ കുടുംബാംഗങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ന രീതിയിലൊക്കെ അഴിമതി നടക്കുന്നു, ഇന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളരെ ഗൗരവപൂർവ്വം ഇത് കാണണമെന്ന് ഞങ്ങൾ രാജകുടുംബാംഗങ്ങളോട് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവർ വിലക്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത് പറയുന്നത്, നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി കാണേണ്ടത്, പ്രിവി പേഴ്സൺ നിർത്തലാക്കി ആ കാലഘട്ടം മുതൽ ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളെയും സംബന്ധിച്ചും കാര്യങ്ങളൊന്നും ഇവർക്ക് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഏതൊരു കാരണവും ഇല്ലല്ലോ, അവകാശങ്ങളും ഇല്ലല്ലോ. ആ അവകാശം ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരിതെല്ലാം നടത്തുന്നത്? രണ്ടാമത് 2007 ഞങ്ങൾ കോടതിയിൽ സമീപിച്ചതിന് ശേഷമാണ് പല തിരിമറിയും അവിടെ നടന്നിട്ടുള്ളത്. പല ആളുകളും അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കേസിൽ കക്ഷിയായിരുന്ന ആളുകളുണ്ട്. അന്ന് മെഡിക്കൽ റെപ്പായിട്ടിരുന്ന ആളുകളെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ്. ഇതുമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത പല ആളുകളുണ്ട്. ഞാൻ സംഘടനകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പല സംഘടനയുടെ ആളുകൾ അവിടെ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ്. അതെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു അന്വേഷണം നടത്തണം. ഇത് സംബന്ധിച്ച് ഒരു ഏജൻസിയെ വെച്ച് അന്വേഷിച്ചാൽ ഇതിനകത്തുനിന്ന് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വരും. അപ്പൊ അത് അവരുടെ പഴയകാല പാരമ്പര്യമൊക്കെ ഒരു സൈഡിൽ അവിടെ നിൽക്കും. ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ വന്ന കാര്യം അവർ മറന്നുപോയതാണ്. ഒരുപക്ഷെ ഇന്ന് പലപ്പോഴും കോടതിയുടെ മുമ്പേയും ഇതുപോലുള്ള മാധ്യമങ്ങളുടെ മുമ്പേയും ചർച്ചയിലുമൊക്കെ അവർ ഒരു ആപ്പോസിറ്റ് ഒരു എന്താ പറയുക, ആളുകളുടെ ഇടയിൽ ഒരു പരിഹാസമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അവർ സ്വയം ഉണ്ടാക്കിയതാ. ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. ഞങ്ങളെല്ലാം അവരെ ഇപ്പോഴും ബഹുമാനിക്കുന്ന ആളുകളാണ്. രാജകുടുംബാംഗങ്ങളെയും തിരുവിതാംകൂർ കുടുംബത്തെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ എങ്ങനെ ഇരുന്ന ആളുകളാണ്, ഞങ്ങൾ ആരാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏത് നിലയിലാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവരാണ് ചിന്തിക്കേണ്ടത്. അവർ ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇത്രയും വഷളായി വരുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശ്രീ മണക്കാട് ചന്ദ്രൻ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒന്ന്, നേരത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം വലിയ തോതിൽ പുറത്തേക്ക് കടത്തിയിട്ടുണ്ട്, മണലിലൊക്കെ കുഴച്ചിട്ടാണ് അല്ലെങ്കിൽ മണലിനെ മറയാക്കിയാണ് പുറത്തേക്ക് കടത്തിയത് എന്നാണ്. ഇപ്പോൾ ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണം പൂശാൻ എന്ന വ്യാജേന വലിയ തോതിൽ സ്വർണം പുറത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബി നിലവറ അടക്കമുള്ള വൻതോതിൽ സ്വത്ത് കുന്നുകൂട്ടിയിട്ടുള്ള നിലവറകൾ പരിശോധിക്കാൻ പോലും അനുവദിക്കാതെ രാജകുടുംബം വിലങ്ങുതടിയായി നിന്നു എന്നാണ്. അതായത് ഒരുപക്ഷെ ഈ തലമുറയും കഴിഞ്ഞ തലമുറയും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വലിയ തോതിൽ സമ്പത്ത് കടത്തി എന്നതിൻ്റെ കൃത്യമായ തെളിവുകളായി ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടും CAG റിപ്പോർട്ടും രാജകുടുംബത്തിൻ്റെ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടെന്നാണോ താങ്കളുടെ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും അതാ പറഞ്ഞ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും മുഴുവനും ഓരോ ദിവസം കഴിയും തോറും വളരെ സത്യസന്ധമായി അരക്കിട്ട് ഉറപ്പിച്ചതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പേ ഇരിക്കുന്ന വിഷയങ്ങളായണ്ട് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പടരുന്നില്ല. ഇതിലും വലിയ അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതെല്ലാം ഞങ്ങൾ കോടതിയുടെ മുമ്പേ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ചാടിക്കേറി ഒരു അഭിപ്രായം ഞങ്ങൾ അതിനകത്ത് പറയും. എങ്കിലും ബി നിലവറയുടെ ഇന്നത്തെ അവസ്ഥ തന്നെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. വളരെ ഭയാനകമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, അമിക്കസ് ക്യൂറി എന്തോ രാജകുടുംബത്തെ അപമാനിച്ചു എന്ന നിലയിൽ രാജകുടുംബം വലിയ തോതിലുള്ള പരാതിയുമായി സുപ്രീം കോടതിയിൽ വാവിട്ട് കരഞ്ഞു. ഇപ്പോൾ ഓഡിറ്റർ മുൻ CAG ആണ് വിനോദ് റായ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു വലിയ തോതിൽ ഈ സ്വർണം പൂശലിൻ്റെ, അതായത് അവിടെ പലതും സ്വർണം പൂശാനുണ്ട് എന്ന് കണ്ടെത്തി അതിനെ പൂശാൻ ഒരു ഉപാധിയായി സ്വർണം അവിടെ നിന്ന് കടത്താൻ വലിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ട് പോലും പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം തെളിയിക്കുന്നത് വലിയ തോതിലുള്ള ഫ്രോഡ് ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയല്ലേ?
നികേഷ് സാർ, ആ വാക്കുകൾക്കാണ് പ്രശ്നം. തീർച്ചയായും അവിടെ നിന്ന് ഒരു തരി പൊന്നു പോയാൽ പോലും വേദനയാണ്. ഈ റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ ബ്രേക്കിംഗ് ന്യൂസ് ഒരുപാട് പേർക്ക് വേദനയുണ്ട്. തീർച്ചയായും ആത്മപരിശോധന നടത്തേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ കളവ്, ഫ്രോഡ്, കടത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ശ്രീ വിനോദ് റോയോ എന്തിന് ശ്രീ ഗോപാൽ സുബ്രഹ്മണ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. ഗോപാൽ സുബ്രഹ്മണ്യം ഉപയോഗിച്ച വാക്ക് പിൽഫറേജ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൊഴിഞ്ഞുപോക്ക് എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്, പിൽഫറേജ് ആണ് ഉപയോഗിച്ചത്. ശ്രീ വിനോദ് റോയുടെ റിപ്പോർട്ടിൽ തന്നെ എടുത്തു നോക്കേണ്ട കാര്യം അവിടെ ഒന്നും കൊട്ടാരത്തെ ഡയറക്ട്ലി ബ്ലെയിം ചെയ്യാത്ത ഒരു നിലപാടാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് തുറന്നു തന്നെ സമ്മതിക്കട്ടെ, നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് പ്രോപ്പർ മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗ് സംവിധാനങ്ങൾ ചരിത്രത്തിലുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരു സയന്റിഫിക് മാനേജ്മെന്റിന്റെ അഭാവമാണ്. കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിശ്വാസ സംഘടനകളെല്ലാം അത് ചൂണ്ടിക്കാണിക്കാൻ ഉറപ്പാണ്. ശ്രീ ചന്ദ്രൻകുട്ടി അടക്കമുള്ള ആൾക്കാരെ ആദ്യം മുതൽ തന്നെ അവരെ എതിർത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിലപാടുകൾ നല്ലതാണെന്ന് പറയുകയും ചെയ്തവരാണ് ഞങ്ങളെല്ലാം. പക്ഷെ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ഒരു ഒറ്റ വരിയാണ്. നമുക്കൊരു പോസ്റ്റ്മോർട്ടം അല്ല വേണ്ടത്, ഒരു പുനർജന്മമാണ്. അതിലെ സംവിധാനങ്ങൾ നല്ല രീതിയിൽ ക്രോഡീകരിക്കുന്ന രീതിയിൽ ഭൂതകാലത്തിലെ തെറ്റുകൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ നല്ലൊരു സംവിധാനം നിർമ്മിക്കുക. അത് ഇൻക്ലൂസീവ് ആകുക, എല്ലാ സമുദായങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക, പിന്നോക്ക വിഭാഗത്തിലേക്ക് വരിക. ആ രീതിയിൽ നല്ലൊരു സിസ്റ്റം ഭാവിയിലേക്ക് ബിൽഡ് ചെയ്യുന്നതിന് പകരം ഭൂതകാലത്തിലെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പരസ്പരം കരിവാരി തേക്കുന്നതും ചെളിവാരി എറിയുന്നതും നല്ലതാകില്ല. ഈ എല്ലാ കാര്യത്തിനും ആൻസറബിൾ ആണോ, അക്കൗണ്ടബിൾ ആകണം. പിന്നെ കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാകേണ്ട കാരണം സുപ്രീം കോടതിയിൽ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന കേസാണിത്. അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. ഒരു മീഡിയ ഇന്റർവെൻഷനോ മീഡിയ ഡയലോഗോ കേസിനെ അഡ്വേഴ്സായി ബാധിക്കുമെന്ന് കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ ഭയക്കുന്നു. ഈ റിപ്പോർട്ട് കിട്ടിയാൽ തന്നെ സമഗ്രമായി അതിൽ കോടതിയിൽ മറുപടി പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഉത്തരം ഇല്ലാത്തത് കൊണ്ടല്ല, കോടതിയിൽ സബ്ജുഡീസ് ആണ് ഈ കേസ് എന്നതുകൊണ്ട് മാത്രമാണ് അവർ മറുപടിയായി മുമ്പോട്ട് വരാത്തത്. അത് അവർക്ക് മറയ്ക്കാനുള്ളത് കൊണ്ടല്ല, കോടതി നടപടികളെ ബഹുമാനിക്കാനുള്ളത് കൊണ്ടാണ്. ഒരു പോസ്റ്റ്മോർട്ടം അല്ല, ഒരു പുനർജന്മമാണ് നമുക്ക് ആവശ്യം എന്നാണ് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്. തുടരുക. ശ്രീമതി ജമീല പ്രകാശം, അതാണ് ഏറ്റവും പ്രധാനമായും രാഹുൽ ഈശ്വറിന് പറയാനുള്ളത്. ഭൂതകാലം പഠിച്ച് ഭാവിയിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കുക. അതായത് ഇതുവരെ നടന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുക. ഇനിയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതിപ്പോൾ സുപ്രീം കോടതി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. രാജകുടുംബം ട്രസ്റ്റിൽ ആവശ്യമില്ല എന്ന് നിലപാട് വ്യക്തമാക്കുകയും പുതിയ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും അതിൻ്റെ സ്വത്തുവകകളും. പക്ഷെ പഴയതെങ്ങനെയാണ് മറക്കാൻ കഴിയുക? വളരെ ചുരുക്കി. വിരോധം തോന്നുമാറുക്തി വിരോധാഭാസമായിടും എന്നാണ്. ഭൂതകാലത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം അല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ സർക്കാർ ഇവിടെ പറയുന്നു, കുറച്ചു മുമ്പേ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് കേട്ടു, ഗുരുവായൂർ ക്ഷേത്ര മോഡൽ ആ അഡ്മിനിസ്ട്രേഷൻ പോലെ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടുത്തെ സമ്പദ്ശേഖരം അവിടെ ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളുടെ ക്ഷേത്ര നടത്തിപ്പിന്റെ അഡ്മിനിസ്ട്രേഷനാണ് ഒരു സമിതി ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഈ ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അമിക്കസ് ക്യൂറിയുടെ വരവും പോക്കും റിപ്പോർട്ട് കൊടുക്കലും ശ്രീ വിനോദ് റായിയുടെ വരവും റിപ്പോർട്ട് കൊടുക്കലും എല്ലാം ഇപ്പോൾ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നതിന്റെ കാരണം വിലമതിക്കാനാവാത്ത ലക്ഷം കോടികൾ വിലയുള്ള ഒരു സമ്പദ്ശേഖരം അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്നതായിട്ട്, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു സമ്പദ്ശേഖരം അവിടെ ഉണ്ടെന്ന് ഈ കഴിഞ്ഞ 2011 വരെ, ജൂൺ മാസമോ മെയ് മാസമോ വരെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടിയിരിക്കുന്നത് 2 മാനേജ്മെന്റാണ്. സയന്റിഫിക്കായിട്ട് ഈശ്വര ചൈതന്യത്തിന്റെ ആത്മീയ വശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു മനോഭാവമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ദൈനംദിനമായിട്ടുള്ള പൂജാ നടത്തിപ്പിന്റെയും ആരാധനാക്രമങ്ങളുടെയൊക്കെ ആരാധന, ആ രീതി, അതിനായിട്ടൊരു മാനേജ്മെന്റ് കൊണ്ടുവരിക. അതിൽ നിന്നും മുഴുവൻ വ്യത്യാസത്തോടുകൂടി, പൂർണ്ണമായ വ്യത്യാസത്തോടുകൂടി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന ആ സമ്പദ്ശേഖരം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരു മാനേജ്മെന്റ് സിസ്റ്റം അതിന് കൊണ്ടുവരിക. ഇത് അസംബ്ലിയിൽ തന്നെ
വളരെ ചിട്ടയായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് 2011 ആണ്ടിലുള്ള ബഡ്ജറ്റിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഇതൊരു പാക്കേജായിട്ട് ഏറെ നിർദ്ദേശങ്ങൾ അടുക്കോടും ചിട്ടയോടും കൂടി ഞാൻ ആ കാര്യങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. എം ഉണ്ണികൃഷ്ണൻ വീണ്ടും നേരത്തെ രാഹുൽ ഈശ്വർ വ്യക്തമാക്കുകയുണ്ടായി ഇവിടെ രാജകുടുംബത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന്. നേരത്തെ അമിക്കസ് ക്യൂറി ഞാൻ മടങ്ങിയെത്താം. രാജു എന്ന തട്ടാന് മാർത്താണ്ഡ വർമ്മ 17 കിലോ സ്വർണവും അതും ശരപ്പളി മാല അടക്കമുള്ള 17 കിലോ സ്വർണം നൽകി എന്നുള്ളത് മാത്രമല്ല സ്വർണം മണലിൽ കലർത്തി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവിടെ ഭരണസമിതിയിലുള്ള രാജകുടുംബത്തിനല്ലാതെ അത് ചെയ്യാനാകില്ല. ഈ ഉണ്ണി ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം തന്നെയും ഒന്നുകിൽ രാജകുടുംബം അല്ലെങ്കിൽ രാജകുടുംബത്തിൽ സ്വാധീനമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെയും ഉണ്ണി ഇതിൽ രാജകുടുംബത്തിന് നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ടോ? നികേഷ്, ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചാൽ 54 പേജുള്ള റിപ്പോർട്ടിൽ എവിടെയും രാജകുടുംബത്തിന് നേരിട്ട് പങ്കുണ്ടോ എന്നോ അല്ലെങ്കിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ടോ എന്നോ വ്യക്തമാക്കുന്നില്ല. ഇത് വിനോദ് റായ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ 160 വിഷയങ്ങളിലുള്ള കണ്ടെത്തലുകളാണ് വിനോദ് റായ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊണ്ടുപോയി തിരിച്ചു വന്നതിൽ വലിയ തൂക്കത്തിന്റെ കുറവ് വന്നു തുടങ്ങിയ വിഷയങ്ങളിലൊന്നും വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ ക്ഷേത്ര അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ടെമ്പിൾ അതോറിറ്റി എന്ന വാക്കാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം വിനോദ് റായ് ഉപയോഗിച്ചിരിക്കുന്നത്. 2008 മുതൽ 2013-14 വർഷം വരെയുള്ള കണക്കുകളാണ് വിനോദ് റായ് ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ക്ഷേത്രം ട്രസ്റ്റി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തം അവർ മറുപടി പറയേണ്ടതായി വരും. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ അവരുടെ മറുപടി തേടിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അവർക്ക് കൈമാറാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജകുടുംബം ഇതിന് വ്യക്തമായ വിശദീകരണം അവരുടെ പ്രതികരണം അറിയിക്കേണ്ടി വരും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ക്ഷേത്രത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ പറഞ്ഞ കാലയളവിൽ ആർക്കൊക്കെ ക്ഷേത്രഭരണത്തിൽ പങ്കാളിത്തമുണ്ടോ അവരൊക്കെ മറുപടി പറയുന്നതായി വരും. ചന്ദ്രൻ, അതായത് 2008 മുതൽ 2009 മുതൽ 2013-2014 വരെയുള്ള ഓഡിറ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി വിധി പ്രകാരം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതായത് താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അതിൽ തന്നെ താൽക്കാലിക കാലഘട്ടത്തിലെ മാത്രം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൂടെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ആകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏത് ഭരണസമിതിയാണോ ആ ഭരണസമിതി ഉത്തരം പറയേണ്ട 160 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഓഡിറ്റർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ 100 മാത്രമേ മറുപടി പറയാനെങ്കിലും ടെമ്പിൾ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. 60 മറുപടി പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ നടപടിയിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ചന്ദ്രൻ, താങ്കളോട് തന്നെ. കേട്ടില്ല. ഞാൻ ചോദിച്ചത് ഇതാണ്. ഇത് 2008-2009 ഫിനാൻഷ്യൽ ഇയർ മുതൽ 2013-14 ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിംഗ് ആണ് വിനോദ് റായിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള കാര്യങ്ങളും സുപ്രീം കോടതി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർത്തിയായതിനു ശേഷം മാത്രം 160 ചോദ്യങ്ങളാണത്രേ ടെമ്പിൾ അതോറിറ്റീസിന് മുമ്പാകെ ഓഡിറ്റർ ചോദിച്ചത്. അതിൽ 100 മാത്രമേ മറുപടി പറയാൻ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. 60 മറുപടി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ബാക്കി എന്താണ്? പ്രോസിക്യൂഷൻ നടപടികളാണോ? അതെ, ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ വിനോദ് റായി ചോദിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്കിട്ട് ഞങ്ങൾ കടന്നുപോയില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് ചോദിച്ച വിഷയങ്ങൾക്കൊന്നും നേരാമണ്ണം മറുപടി പറയാനോ അതല്ലെങ്കിൽ കണക്ക് കൊടുക്കാനോ അവർ തയ്യാറാവുന്നില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇവരുടെ ഭാഗത്ത് വേറെ അഭിപ്രായങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. ഇവര് ക്ലീൻ ആണെങ്കിൽ എന്തുകൊണ്ട് അതിനൊന്നും മറുപടി പറയാനും അല്ലെങ്കിൽ കണക്ക് കൊടുക്കാനും എന്താ തയ്യാറാവാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ അവർക്ക് തന്നെ ആരെയോ ഭയപ്പെടുകയോ അവരുടെ പ്രവൃത്തികളെ അവർ ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
ഇത് പലപ്പോഴും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും പിന്നെ കോടതികൾ കഴിഞ്ഞ ഹൈക്കോടതിയായിരുന്നാലും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോടതിയായിരുന്നാലും പലപ്പോഴും ഇതുപോലെ പല അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇൻവെന്ററി ഹാജരാക്കിയിട്ടില്ല. അപ്പോഴെല്ലാം എന്തോ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് ഒന്ന്, ഓഡിറ്റർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ക്ഷേത്ര ഭരണസമിതിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് വേണ്ടേ ഇനിയിപ്പോൾ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ? ഇതെന്തോ കോടതി അലക്ഷ്യമാകും എന്ന് കരുതിയിട്ടാണ് രാജകുടുംബം അതിന് മറുപടി പറയാത്തതെന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ചിലവാകില്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിയിട്ടുള്ള, അതും ഏറ്റവും ആധികാരികമായ വിധത്തിലെത്തിയിട്ടുള്ള വസ്തുതകളാണ്. അതിന് മറുപടി പറയുന്നതിലൂടെ അത് കോടതി അലക്ഷ്യമാകുമെന്ന് കരുതുന്നത് തെറ്റാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി അവർ കരുതുന്നുണ്ട് എങ്കിൽ, അതല്ല തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ കോടതി അലക്ഷ്യത്തിൻ്റെ പേര് പറഞ്ഞ് തടി തപ്പാം എന്നാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നേ ഇതിന് മറുപടി പറയാൻ കഴിയും. അല്ല നികേഷ് സാർ, അല്ല താങ്കൾ പറയുന്ന ഒരു സ്പിരിറ്റിനോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മൾ തെറ്റിനെയും കുറ്റത്തെയും രണ്ടായി കാണണം. ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവിനെയും ക്രിമിനൽ ഇന്റൻഷനോട് കൂടിയുള്ള ഒരു ആക്ടിനെയും കുറ്റത്തെയും നമ്മൾ വേറെ കാണണം. രണ്ട്, വ്യക്തിപരമായി വിശ്വാസം ഇന്നടക്കം മുമ്പ് പല അവസരങ്ങളിലും കൊട്ടാരം റെസ്പോണ്ട് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും വിശ്വാസ സംഘടനയെ പ്രതികരിച്ച് അവിടെ പോയി കൊട്ടാരത്തിന്റെ ഭാഗമായിട്ടൊരു ഇന്റർവെൻഷനും അല്ലെങ്കിൽ മീഡിയ റെസ്പോൺസും വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതവർ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ പല രീതിയിലുള്ള കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കോഷൻസ് കാരണമാണ് ചെയ്യാത്തത്. അങ്ങ് ചെയ്യണമെന്ന ആ സജഷനോട് പൂർണ്ണ യോജിപ്പാണ്. പിന്നീട് വളരെ നിഷ്പക്ഷമായി വളരെ ഓണസ്റ്റ് ആയിട്ടൊരു സബ്മിഷനാണ്. ഒരു വാദഗതിക്ക് വേണ്ടി പറയുന്നതല്ല. ടി വി ചാനൽ കേൾക്കാൻ ഭംഗിയും കാണില്ല. ഈ 1000 വർഷങ്ങളിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, ജാഗ്രത കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ വിശ്വാസ സംഘടനകൾ ശ്രീ ചന്ദ്രൻകുട്ടി ഭാവിയിലേക്ക് എടുക്കുന്ന നിലപാടിനോട് യോജിക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി പോകുന്ന അഴിമതിയെ പൊറുപ്പിക്കേണ്ട, കളവിനെ നിർത്തണ്ട. പക്ഷേ അഴിമതിയോ കളവോ എന്ന വാക്കുകൾ CAG പോലും ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താ? ശ്രീ വിനോദ് റായിയെ പോലെ പ്രഗത്ഭനായ 2G അടക്കമുള്ള കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന വിനോദ് റായി പോലും രാജകുടുംബത്തെ ഒരു പ്രതിപട്ടികയിൽ നിർത്താത്തതിന്റെ കാരണം എന്താ? ഒരു പ്രോസിക്യൂഷനിൽ പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ചരിത്രത്തിന്റെ ചില എല്ലാവർക്കും പറ്റിയ ശ്രദ്ധ കുറവുകളെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ തലയിൽ മാത്രമായി കെട്ടിയേൽപ്പിക്കേണ്ടെന്നും ഇതൊരു സിസ്റ്റത്തിന്റെ പോരായ്മയാണ്, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്, ഇൻഡിവിജ്വൽസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഒരു ഭക്തന് എല്ലാ ഭക്തർക്കും ഉള്ള കളക്റ്റീവ് ഉത്തരവാദിത്തമാണെന്നുള്ള ആത്മാർത്ഥമായ നിലപാട് കൊണ്ടാണ്. ആരെയും രക്ഷിക്കാൻ വേണ്ടിയല്ല, ഭാവിയിലേക്ക് നല്ലൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാൽവെപ്പായി ഇതിനെ കാണണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഒപ്പം തന്നെ ശ്രീ VS ശിവകുമാർ ദേവസ്വം മന്ത്രി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്